നാട്ടിൽ വരുന്ന പ്രവാസികൾ പൊട്ടിക്കൊണ്ടിരുന്ന കണ്ടില്ലേ? എങ്ങനെയാത് കെട്ടുന്ന നോക്കാം. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിച്ചു തരാം. അങ്ങോട്ടുള്ള പെട്ടി കെട്ടുന്നതാണ്. ഇതാണ് പെട്ടി. ഓരോന്ന് അങ്ങനെ സെറ്റാക്കി പെട്ടി അത്യാവശ്യം കെട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ വെയിറ്റ് നോക്കണം. 30 കിലോ ആണ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. അതിൽ എല്ലാവർക്കും ഉള്ള സാധനം ഒപ്പിക്കണം. നല്ല സെറ്റാക്കി വെച്ച് ഇതിൻ്റെ ഡ്രസ്സൊക്കെ വെക്കണം. അങ്ങനെ വെയിറ്റ് സെറ്റാകുന്നില്ല. അങ്ങനെ രണ്ടാമതും പെട്ടി സാധനങ്ങൾ എടുത്ത് മാറ്റി രണ്ടാമതും വെക്കുന്നു. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് നാട്ടിൽ ഒരാൾ സാധനം കൊണ്ടിരുന്നത്. ലോഷൻ കയറി. ഫൈനലി വെയിറ്റ് നോക്കുന്നുണ്ട്. 30 അലൗഡ്. ഇപ്പം എത്രയായി നോക്കാം. എത്ര? ഓ 29,500 സക്സസ്. ഒരു ഡ്രസ്സും കൂടി ഇട്ടാൽ 30. ഒരു പണിയുമില്ല അവിടെ. ആ ഒരു ഇനിയും വെയിറ്റ് നോക്കണം. 30,800 മതി. നാട്ടിൽ പോകുന്ന പെട്ടി കെട്ടുന്നതാണ്. ഇങ്ങനൊരു പെട്ടി കെട്ടണമെങ്കിൽ നാട്ടിൽ ഏകദേശം ഒരു 50,000 റുപ്യേൻ്റെ സാധനം എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എങ്ങനെയായിട്ട് ഉണ്ടാവും? 50,000-40,000 റുപ്യേൻ്റെ സാധനം എങ്ങനെ ഉണ്ടാവും? എന്നാലും ഏകദേശം ഒരു 30 കിലോ നമുക്ക് കെട്ടി തീർക്കാൻ കഴിയും. ഇതിൽ പല ഐറ്റംസ് ഉണ്ടാവും. ക്രീം ഐറ്റംസ് എല്ലാം ഉണ്ടാവും. അതിനെക്കാട്ടി കൂടുതൽ പ്രശ്നം നമ്മൾ ഈ പെട്ടി കെട്ടുമ്പോൾ 30 കിലോ അലൗഡ്. ആ 30 കിലോ ആക്കാൻ വേണ്ടിയിട്ട് എത്ര സാധനങ്ങൾ നമുക്ക് പുറത്തിടണം. പിന്നെ നമ്മൾ അതേപോലെ സാധനങ്ങൾ ഇതിൻ്റെ പെട്ടിനുള്ളിൽ കയറ്റിയിട്ട് നോക്കും 30 കിലോ ആയോ ഇല്ലയോ എന്നുള്ളത്. അത് വെയിറ്റ് കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ സാധനങ്ങൾ പുറത്തിറക്കും. അതിൽ നമ്മളെ ഫാമിലീസിൻ്റെ, ഫ്രണ്ട്സിൻ്റെ, അങ്ങനെ റിലേറ്റീവ്സ്, അങ്ങനെ കുറച്ച് ആൾക്കാരെ സാധനം ഉണ്ടാവും. അത് കൊടുക്കണം. അത് എടുത്തില്ലെങ്കിൽ അത് വേറൊരു ഇഷ്യൂ ആവും. അപ്പം എങ്ങനെ നമ്മൾ ഈ പെട്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ നാട്ടിൽ വരുന്ന ആൾക്കാർ, എവിടെ നിന്നായാലും വരുന്ന ആൾക്കാർ പെട്ടി കെട്ടുന്നത്. അവിടെ ഇത്രയും കഷ്ടപ്പാടുണ്ട് ഒരു പെട്ടി കെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നാട്ടിലെത്തുമ്പോൾ ഇതിനൊന്നും ഒരു വില ഉണ്ടാവില്ല. ഈ സാധനങ്ങൾക്കൊന്നും അധികം ഒരു വില ഉണ്ടാവില്ല. എല്ലാം പിന്നെ എല്ലാവർക്കും നാട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും സാധനം കൊടുക്കുകയും വേണം. ഒരാളെ ഒഴിവാക്കാൻ കഴിയില്ല. ഇങ്ങനെ ഈ പെട്ടിയിൽ ആരെങ്കിലും അവിടെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നം പറയും കേൾക്കണം. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഒരു പെട്ടി സെറ്റാകുന്നത് നാട്ടിൽ വരുന്നത്. ഇനി ഇത് കെട്ടിക്കഴിഞ്ഞിട്ടൊക്കെ തൂക്കുമ്പോൾ ഏകദേശം കുറച്ച് ഗ്രാം കൂടുതലുണ്ടെങ്കിൽ അതിനുള്ള വേറെ ടെൻഷൻ. എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുക എന്നുള്ള അതിന് ടെൻഷൻ അതും ഉണ്ടാവും. പക്ഷെ എന്തായാലും ഇത് ഈ ഒരു പെട്ടി എല്ലാവരും എന്ത് പ്രശ്നമായാലും നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഒരു പെട്ടി എന്തായാലും കെട്ടും. അത് കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പ്രവാസികൾക്കൊരു സന്തോഷമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യണം. ഇവിടെ ലാസ്റ്റ് സെക്ഷനാണ് ഈ പേര് എഴുതൽ. ഈ പേരും കൂടെ എഴുതിയിട്ട് ഈ പെട്ടി ഒരു തൂക്കലങ്ങ് തൂക്കും. അപ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഒരു സന്തോഷമുണ്ട്.